ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ നഗരങ്ങളിൽ ഇന്ന് വ്യാപകമായ ബോംബാക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഇന്ന് രാവിലെ 6:30 മുതൽ തുടർച്ചയായി സൈറനുകൾ ഇസ്രായേലിൽ മുഴങ്ങുകയാണ്. ടെല്ലവീവിനും ജെറുസലേമിനും ഇടയ്ക്കുള്ള പ്രദേശത്താണ് ഈ ബോംബുകൾ മുഴുവൻ ഹൂതികൾ വർഷിച്ചത്. അയലോൺ താഴ്വരയിലെ ലാഡ്രൂൺ, മോഡിയിൻ, ഫാർബിന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇന്ന് മിസൈൽ വർഷിച്ചത്. ഇത് ഇസ്രായേലിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലെബനോനുമായി വെടിനിർത്തലുണ്ടായിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അതിനു മുൻപായി ഹൂത്തികളിൽ നിന്നും ഇത്തരമൊരു ആക്രമണം ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഇവർക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ 6 പേർക്ക് പരിക്ക് പറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അത് ഒരു സത്യസന്ധമായ റിപ്പോർട്ടല്ല എന്നാണ് ഹാരറ്റ്സ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തായ്ലൻഡിലേക്ക് യാത്ര പാടില്ല എന്ന് ഇസ്രായേൽ ഗവൺമെൻറ് ഇസ്രായേലികളോട് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഇസ്രായേലികൾ വ്യാപകമായി തായ്ലൻഡിൽ പോയി സ്ഥലം വാങ്ങുന്നുണ്ട്. അത് അവിടെ വളരെയധികം പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്രാ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയോ സോഷ്യൽ മീഡിയകളിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കരുത് എന്ന് ഇസ്രായേൽ ഗവൺമെൻറ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇസ്രായേലിൻ്റെ യാതൊരുവിധ ചിഹ്നങ്ങളും തായ്ലൻഡിൽ നിങ്ങൾ പ്രദർശിപ്പിക്കരുത്, ഒരു ഇസ്രായേലി ആണെന്ന് പറയരുത്. ഇങ്ങനെയൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് അവർക്ക് അപകടമുണ്ടാക്കും. ഈ തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും വന്നു ചേരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടേക്ക് ഇസ്രായേലികൾക്ക് മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഓരോരോ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യമാണ്, ഈ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. അതോടൊപ്പം ഹമാസ് ഇന്ന് ഇസ്രായേൽ പ്രസിഡൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അവരവിടെ എത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ഏതാണ്ട് നടപ്പിലാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങൾ. അവർക്ക് അതിൽ താല്പര്യമുണ്ട്. ബന്ദികളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ്. അതിനർത്ഥം കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹമാസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവില്ല. ഇസ്രായേലിന് വെടിനിർത്തിയേ പറ്റൂ. കാരണം അവർക്കിപ്പോൾ ഈ സിറിയയിലും പോയി യുദ്ധം ചെയ്യേണ്ടതുണ്ട്, ഹൂത്തികളുമായിട്ട് മുറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഈ ഗസയിൽ കിടന്ന് അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടെ കോൺക്രീറ്റിൻ്റെ കൂമ്പാരം മാത്രമേ ഉള്ളൂ. അവിടെ കിടന്ന് വീണ്ടും വീണ്ടും അടിച്ചിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് ശ്രദ്ധ മാറ്റേണ്ടതുണ്ട്. അതിനാൽ തന്നെ അവർ ഒരു വെടിനിർത്തലിന് തയ്യാറാണ്. ഈ വെടിനിർത്തലാണ് ഗസ ആഗ്രഹിക്കുന്നതും പലസ്തീൻ എന്ന രാഷ്ട്ര രൂപീകരണത്തിന് കാരണമാകുന്നതും അത് തന്നെയാണ്. അതിനൊരു സാധ്യതയാണ് കാണുന്നത്. ഇസ്രായേലിൻ്റെ പരാജയം ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് എന്നും വ്യക്തം. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. പക്ഷെ ഒരിക്കലും അവർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു എന്നവർ പറയില്ല. അവർ ബന്ദിമോചനത്തിന് വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് മാത്രമേ പറയൂ. ബന്ദിമോചനത്തിന് ഇപ്പോൾ ഒരു രക്ഷയില്ല വന്നിരിക്കുകയാണ്. അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ബന്ദികളിൽ ചിലർ പറയുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ച് ബന്ദിമോചനം താല്പര്യമില്ല എന്നാണ്. അതിന് കാരണം ബന്ദികൾ പുറത്ത് വന്നാൽ അത് നെതന്യാഹുവിന് ക്ഷീണം ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ബന്ദികൾ സത്യം പറയും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. തിരികെ വന്ന ബന്ദികൾ ഹമാസിൻ്റെ അന്തസ്സുള്ള പെരുമാറ്റം, അവരുടെ മാന്യമായ രീതിയിലുള്ള ഇടപെടലുകൾ, അവർ ഭക്ഷണം കൊടുത്തത്, അവർ പരിചരിച്ചത്, അവരെ സംരക്ഷിച്ചത്, ഇതെല്ലാം പരസ്യമായി തന്നെ ഈ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ തുറന്നു പറഞ്ഞത് ഇസ്രായേലിന് വളരെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഭയമാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഗസയുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞത്, ബന്ദിമോചനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷിതത്വമാണ് ആവശ്യം, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യുദ്ധം ചെയ്യുന്നു. ഈ ബന്ദികൾ തിരിച്ചു വന്ന നെതന്യാഹുവിന് പ്രശ്നമാണ്. അതോടൊപ്പം ഈ ബന്ദികൾ പറയുന്നത് ഇസ്രായേൽ ഞങ്ങളുടെ ഭക്ഷണം തടയുകയായിരുന്നു, ഞങ്ങളുടെ സൗകര്യങ്ങൾ, ഞങ്ങളെ ബോംബ് ചെയ്ത് കൊല്ലാൻ ഇസ്രായേൽ തന്നെയാണ് തയ്യാറാവുന്നത്. അത് ഹമാസ് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഗസയിലേക്ക് ഭക്ഷണം വന്നാലല്ലേ ഈ ബന്ദികൾക്കും കിട്ടുള്ളൂ. അത് ഇസ്രായേലത് തടയുന്നതോടുകൂടി എല്ലാവരും ഒരുമിച്ച് പട്ടിണിയാവുകയാണ്. അത് ഹമാസ് അവരെ അറിയിച്ചിട്ടുണ്ട്, വളരെ ദുഃഖത്തോടെ ഖേദത്തോടെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല, കാരണം ഞങ്ങൾക്ക് പോലും ഭക്ഷണമില്ല.
ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് തരും. ഈ ബന്ദികൾ തന്നെ പറഞ്ഞതാണ് ഇന്നലെ. അതിപ്പം ഇസ്രായേലിൽ വലിയ വിഷയമായിട്ടുണ്ട്. ബന്ദിമോചനത്തെ സംബന്ധിച്ച് വളരെയധികം വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ബന്ദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും നെതന്യാഹുവിനോടും ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, വെടിനിർത്തൂ എന്ന് അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ഹമാസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിപ്പോൾ ലോകത്ത് വളരെയധികം ചർച്ചയായിരിക്കുകയാണ്. ഇതൊക്കെ നെതന്യാഹുവിന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ബന്ദികളിലൊന്നും താല്പര്യമില്ല. അയാളുടെ നിലനിൽപ്പ് മാത്രമാണ് അയാൾ നോക്കുന്നത് എന്നുള്ളത് ലോകം ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ബന്ദികളെ തിരികെ കിട്ടാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. ഈ മുഴുവൻ ബന്ദികളും കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നെതന്യാഹു ഗസയിലുള്ള ആക്രമണം നിർത്തൂ, ഗസയുമായിട്ടുള്ള യുദ്ധവും നിർത്തൂ. ഇപ്പോൾ ഗസയുമായിട്ടൊരു വെടിനിർത്തൽ വന്നാൽ തന്നെ മാക്സിമം അവർ അവിടെ എല്ലാം ബോംബ് ചെയ്ത് മാറ്റുന്നവരെ മുഴുവൻ കൊന്നിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു വെടിനിർത്തലിന് തയ്യാറാവും. കാരണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ആയുധമില്ലാത്തവനോട് പോയി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്ക് സിറിയയിൽ കഴിയുന്നില്ല, അല്ലെങ്കിൽ ലെബനോനിൽ കഴിയുന്നില്ല, ഹൂതികളോട് കഴിയുന്നില്ല. പിന്നെയുള്ള ആകാരം ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുക, കൊന്നവരുടെ എണ്ണം കൂട്ടുക. അതാണ് നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ലോകം അയാൾ യുദ്ധക്കുറ്റവാളിയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അയാൾ യുദ്ധവിചാരണ നേരിടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അയാൾ യുദ്ധവിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും കേട്ടോ, അത് ഉറപ്പ് തന്നെയാണ്. അത് അയാൾക്കറിയാം. ഈ ബന്ദികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ചില വാക്കുകൾ ഈ നെതന്യാഹുവിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഈ ബാക്കിയുള്ളവരെയും കൂടെ മോചിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരിനി എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് യാതൊരു യൂഹവുമില്ല. കാരണം ഇത്രയും നാളും ഈ ബന്ദികളെ ബലാത്സംഗം ചെയ്തു, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അവരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും നമ്മളെ തന്നെ പല ആൾക്കാരും വിശ്വസിച്ചിട്ടുള്ളത്. അതൊന്നും സത്യമല്ല. അതിന് തെളിവാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് വന്ന ബന്ദികൾ പറഞ്ഞത് തന്നെ. അതിന് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചാണെന്ന് പറഞ്ഞാലും സ്വന്തം നാട്ടിൽ പോയാൽ അവർക്ക് വീണ്ടും ആ സത്യം വിളിച്ച് പറയാമല്ലോ. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? പല ബന്ദികളും അതിനുശേഷം പത്രസമ്മേളനങ്ങൾ നടത്തി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വളരെ മാന്യമായിട്ടാണ് ഹമാസ് പരിചരിച്ചിരുന്നതെന്ന്. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നു, ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവർ വളരെയധികം സംരക്ഷിച്ചിരുന്നു. ഇതൊക്കെ അവർ പറയുന്നുണ്ട്. പട്ടാളക്കാരെ പോലും ഒന്നും അവർ ചെയ്തിട്ടില്ല. അവർ വളരെ മാന്യമായി വളരെ സൗഹാർദ്ദത്തോടെയാണ് ഞങ്ങളോട് ഇടപെട്ടത് എന്നാണ് പല സ്ത്രീകളും പിന്നീടുണ്ടായ ഇസ്രായേലിൽ വെച്ചുണ്ടായ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇതൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ശരിക്കും യുദ്ധമല്ല, വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. അത് യുദ്ധത്തിൻ്റെ വേറൊരു തന്ത്രമാണ് കേട്ടോ. തോറ്റവൻ ജയിച്ചെന്ന് പറയുക, ജയിച്ചവൻ തോറ്റെന്ന് പറയുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ വേറൊരു തന്ത്രം. അതാണ് ഈ ഇസ്രായേൽ എന്ന രാജ്യം റിസ്ക് ട്രാൻസ്ഫർ ഹൈടെക് കൊലപാതക യന്ത്രമാണ്. അവരുടെ ജോലി കൊല്ലുക എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ചിട്ടില്ല, എവിടെ പോയാലും അവർ കൊല്ലുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ വിട്ടുവീഴ്ചകളില്ല. അവർ പരിക്കേൽപ്പിച്ചൊന്നുമല്ല വിടുന്നത്, അവർ കൊന്നൊടുക്കുകയാണ്. അത് ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് നിയമമാണ്. ഇവർ ജർമ്മനിയിലെ ഹോളോകോസ്റ്റിൽ അനുഭവിച്ച അതേ രീതി ഇവർ ഇന്ന് ലോകത്തെ മറ്റുള്ളവരോട് പരീക്ഷിക്കുകയാണ്. വെറുപ്പ് ഈ രാജ്യം ഇഷ്ടപ്പെടുകയാണ്. ലോകത്തിൻ്റെ വെറുപ്പാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധ നേടുക. വെറുപ്പിലൂടെ ലോക ശ്രദ്ധ നേടുന്ന ഏക രാജ്യം ലോകത്ത് ഇസ്രായേൽ മാത്രമാണ്. ഇവർ വംശീയ ശുദ്ധീകരണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇവർ വംശീയ ശുദ്ധീകരണം നടത്തുന്നത്? ആരെയാണ്? ഇവർ പലസ്തീനിലേക്ക് നുഴഞ്ഞു കയറി അവിടെ താമസമുറപ്പിച്ചിട്ട് വംശീയ ശുദ്ധീകരണം എന്ന് പേരിട്ടുകൊണ്ട് നിരായുധരായ പലസ്തീനെ അടിച്ചമർത്തുകയും അവരുടെ സ്വത്തുവകൾ പിടിച്ചെടുക്കുകയും അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അന്യായത്തെ ലോകം എപ്പോഴും അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വ്യതിരിക്തത. ഒരിക്കലും അന്യായത്തെ ആരും അനുകൂലിക്കില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ച ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങളെ, അന്യാധീനങ്ങളെ, അവരുടെ ആധികാരികതകളെ ഇതൊക്കെ ലോകം അംഗീകരിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് രസം. ഇത് വേറെ ഒരു രാജ്യത്തിനും ഇത്ര ഒരു ഭാഗ്യം കിട്ടില്ല. മറ്റുള്ളവരെ എല്ലാവരെയും ചോദ്യം ചെയ്യും. അപ്പോൾ തന്നെ കണ്ടില്ലേ, ഇയാളെ വിചാരണ വേണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ അയാളെ ഈ നിയമം ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ അയാളെ സ്വാഗതം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് ഇയാൾക്ക് വേണേൽ യുദ്ധം കഴിഞ്ഞാൽ അവിടെയും പോയി താമസിക്കാം, വേണേൽ അമേരിക്കയിൽ താമസിക്കാം, UK താമസിക്കാം. ഇവരൊക്കെ പുറത്ത് ഒന്ന് പറയുകയും ഉള്ളിൽ മറ്റൊന്ന് പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മേൽ പാവപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വിചാരണ ചെയ്യാനൊക്കെ ഒരൊറ്റ കെട്ട. പക്ഷെ അവരുടെ സഖ്യകക്ഷിയിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും വൃത്തികേട് ചെയ്താലും അവർക്കതൊരു വിഷയമല്ല. ഈ അധിനിവേശങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആഢ്യത്വത്തിൻ്റെ
ഒരു അടയാളമാണ്. ഞങ്ങളാണ് ഉന്നതർ. അത് അമേരിക്കയ്ക്കൊക്കെ ആ ഒരു ചിന്താഗതിയാണ്, യു കെക്കും എല്ലാം ഉണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രം എന്നൊക്കെയല്ലേ യു കെ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം വല്ലവൻ്റെ സ്ഥാനം പിടിച്ചു വെച്ചിട്ട് അവിടെ അധിനിവേശം അതൊരു അഭിമാനമായി കാണുകയാണ്. അതാണ് ഈ യു കെയുടെയൊക്കെ ഒരു പ്രത്യേകത. അവരെന്താ ചെയ്തിട്ട് ലോകം മുഴുവൻ നടന്നിട്ട് അവർ എല്ലായിടവും പിടിച്ച് അവർ ഇതാക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തി എന്ന രീതിയിലാണ് ഇവരുടെ ഈ പ്രചരണമൊക്കെ. ഇത് ഏറ്റുപാടാൻ കുറേ ആൾക്കാരും അവരനുഭവിച്ചവരാ. എന്നിട്ട് നമ്മൾ ഇന്ത്യക്കാരുൾപ്പെടെ ഇതെല്ലാം അനുഭവിച്ചവരല്ലേ, ആരാ അനുഭവിക്കാത്തതുള്ളത്? പക്ഷേ ഇവരെല്ലാവരും ഈ യു കെ അല്ലെ യു എസ് അല്ലെങ്കിൽ ഇതുപോലത്തെ രാഷ്ട്രങ്ങളെ, ഈ അധിനിവേശ രാഷ്ട്രങ്ങളെ, അങ്ങനെ ആഗ്രഹമുള്ള രാഷ്ട്രങ്ങളെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം അടിച്ചമർത്തൽ നേരിട്ടവരാണ്. ഇവരുടെ മുൻ തലമുറകൾ മുഴുവൻ ഇവരുടെ അടിമകളായിരുന്നു. ഈ യു കെയുടെയും യു എസിൻ്റെയൊക്കെ അടിമകളായിരുന്നു. എന്നിട്ടും അവരെ അനുകൂലിക്കുന്ന തലമുറകളാണ് പിന്നീട് ഉണ്ടായത് എന്നുള്ളതാണ് അത്ഭുതം. ഞാൻ ഇത്തരം കാര്യങ്ങളെ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് വാർത്തയാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇന്നത്തെ ഈ ഹൂത്തികളുടെ അടിക്ക് തിരിച്ചിപ്പോൾ ഇസ്രായേൽ അടി ഉണ്ടാകും. അവർ ചിലപ്പോൾ ഇന്നുകൊണ്ട് തന്നെ ഉണ്ടാകും, വീണ്ടും ഹൂത്തികളുമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൂടെ വേറെ ഗുണമുണ്ട്. ഇത് ഹൂത്തികൾ ഇപ്പോൾ ഈ അസമയത്ത് കയറി അടിക്കാൻ കാരണം ഇറാൻ്റെ നിർദ്ദേശമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഈ സിറിയയിൽ യുദ്ധം ഇങ്ങനെ മുറുകി നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ശ്രദ്ധ മാറാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. സ്വന്തം രാജ്യത്തേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് ഹൂത്തികൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇറാൻ ചെയ്യിപ്പിച്ചത്. അല്ലാതെ ഇപ്പോൾ ഹൂത്തികൾക്ക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവർ ഗസയിൽ കൊണ്ടുവരെ പോകുമ്പോഴും അതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കാര്യമായി ഇപ്പം ഗസ ഇവർ അങ്ങനെ ഇതാക്കുന്നില്ല. 5-6 പേരെ കൊല്ലും, അല്ലെങ്കിൽ 15 പേരെ കൊല്ലും. അത് ഞങ്ങൾ ഗസ വിട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വെടിനിർത്തൽ വരാൻ പോവുകയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജനുവരി 20-ന്, അതായത് ട്രംപ് ഭരണത്തിൽ കയറുന്നതിന് മുൻപായി ഗസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് നെതന്യാഹുവിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് അയാൾക്ക് അനുസരിക്കാതിരിക്കാനും കഴിയില്ല. എന്നാൽ സിറിയയിൽ ഈ IS, ഈ അൽ-ഖായിദ ഭീകരന്മാരുടെ പിന്നിൽ നിന്നും മാറാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഇപ്പോൾ ഒന്ന് തിരിക്കേണ്ടത് ഈ ഇറാൻ്റെയും റഷ്യയുടെയൊക്കെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ഹൂത്തികൾ അടിച്ചിരിക്കുന്നത്. ഇവർ ഇതിൽ തിരിച്ചടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും അടിച്ചു, അങ്ങോട്ടടിച്ചു, ഇങ്ങോട്ടടിച്ചു. പിന്നെ അതിലേക്കൊന്ന് ഇസ്രായേലിൻ്റെ ശ്രദ്ധയൊന്ന് മാറും, കുറേ പേരെ അങ്ങോട്ട് നിയോഗിച്ച് കഴിയുമ്പോൾ. അതായത് ചിഹ്നഭിന്നമായിരിക്കുന്ന ഒരു രാഷ്ട്രം, അതായത് ഇസ്രായേൽ പോലെ പല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തെ പല രീതിയിൽ ദുർബലപ്പെടുത്തുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ റഷ്യയും ഇറാനും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഈ സിറിയയുടെ യുദ്ധത്തിൽ നിന്ന് അല്പം പിന്മാറി നിൽപ്പുണ്ട്. അതിന് കാരണം ഇസ്രായേലിന്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ശക്തിയോടെ നീങ്ങുന്ന സൈന്യത്തിന് കുറച്ച് മുന്നോട്ട് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അവർ ഇപ്പുറത്തൂടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അത് നമുക്കത് മനസ്സിലാവും. കാരണം പല രീതിയിൽ ആക്രമണം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം തടഞ്ഞു കഴിയുമ്പോൾ ശക്തി കുറയുമല്ലോ. ഒരു ശക്തി ഒറ്റ ശക്തിയായിട്ട് നിൽക്കുന്നതിനേക്കാൾ പലയിടത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ശ്രദ്ധ പലയിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് ആക്രമിക്കാൻ എളുപ്പമാണ്. അതാണ് തന്ത്രം. അങ്ങനെ ഇല്ലായ്മ ചെയ്യുക രാജ്യത്തെ. ഇസ്രായേൽ എന്ന രാജ്യം ചിന്ന ഭിന്നമാകാൻ ഏതാണ്ട് വലിയ താമസമൊന്നുമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്നത് ഈ അറബ് രാഷ്ട്രങ്ങൾക്കും ഇറാനും റഷ്യയ്ക്കൊക്കെ പ്രശ്നങ്ങളാണ്. അമേരിക്കയുടെ ശ്രദ്ധ മിഡിൽ ഈസ്റ്റിലുണ്ടാവും. അതൊന്ന് ഒതുക്കിക്കഴിഞ്ഞൊരു മൂലയ്ക്കാക്കി കഴിഞ്ഞാൽ ഇവരവിടെ ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ തലപൊക്കരുത്. ഇപ്പോൾ തന്നെ തീർന്നല്ലോ, എല്ലാം തീർന്നല്ലോ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ഒരു പുതിയ തന്ത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. യുദ്ധം മറ്റൊരു വഴിത്തിരിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും വരും.